സാറാണ്. +1 ക്രിസ്മസ് എക്സാം മാത്സിന്റെ റിസൾട്ട് എത്തിയപ്പോൾ തന്നെ പല കുട്ടികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഈ മാർക്ക് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മാർക്കാണ് അവർക്ക് കിട്ടിയേക്കുന്നത്. ഇതിനെ ഓർത്തിട്ട് അവര് പല രീതിയിൽ കൂടെയും ചിന്തിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടഫ് ആയതുകൊണ്ടാണോ, അതോ കുട്ടി പഠിക്കാത്തത് കൊണ്ടാണോ, ഇനി സ്കൂളിൽ പഠിപ്പിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി ട്യൂഷന് പോയതുകൊണ്ട് അവിടുത്തെ ശരിയാ, ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകളുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊന്ന് ഇതിനൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിന്റെ കുഴപ്പം ഒത്തിരി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കാരണം വേറൊന്നുകൊണ്ടല്ല, ഇതിനുള്ളിലുള്ള കുറെ ചോദ്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റുള്ള പല ക്വസ്റ്റ്യൻസുകളും കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പുതിയ ചോദ്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെയാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഇപ്പോഴത്തെ പരീക്ഷ എഴുതുന്നത്, പഴയ കുട്ടികളല്ലല്ലോ. അതേപോലെ രീതി കൂടെ അല്ലല്ലോ, മാറ്റങ്ങൾക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. ഡിലീറ്റഡ് ടോപ്പിക്സുകൾ ഒത്തിരി ആയി. ഈ ഡിലീറ്റഡ് ടോപ്പിക്സ് വരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ഇപ്പോഴത്തെ രീതി കൂടെ പഠിച്ച പഴയ പോലൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ടോപ്പിക്സുകൾ ഡിലീറ്റ് ചെയ്തത്. അപ്പൊ ആ ടൈമിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസുകളും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം ക്വസ്റ്റ്യൻ ഇടേണ്ടത്. എനിക്കറിയത്തില്ല, സാധാരണ മിക്കവാറും ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടുന്നവർ പുറത്തു നിന്നുള്ളവരായിരിക്കാം, ഇല്ലെങ്കിൽ പഴയ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ മനോനില മീൻസ് ഇപ്പോഴത്തെ രീതിക്കുള്ള മനസ്സുള്ള കുട്ടികളെ അറിഞ്ഞുള്ള ടീച്ചേഴ്സ് അല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഈ എന്തുമാത്രം ലെവല് ഓരോ പ്രോബ്ലത്തിനും വേണ്ടി വരും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ കുട്ടികളെ അറിയുന്നവര് വേണം ക്വസ്റ്റ്യനും കൂടി ഇടാൻ. എന്തെങ്കിലും ഇത് നമുക്ക് കുട്ടികൾക്ക് ഇതൊന്ന് പഠിച്ചു പോകാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുള്ളൂ. ഇപ്പോഴത്തെ രീതി കൂടെ വരുമ്പോൾ അവരാകെ പെട്ട് കിടക്കുക. പല കുട്ടികളും ക്ലാസ്സുകളിൽ തോറ്റിട്ടുണ്ട്. നമ്മളിപ്പോ എവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാലും കുട്ടികളുടെ തോൽവി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. എന്റെ തോട്ടത്തിൽ 60% ആൾക്കാരും +1 മാത്സിന് തോറ്റിട്ടുണ്ട്. എന്ന് പറയാൻ 100 പേരുള്ള ഒരു ക്ലാസ്സിൽ 60 പേരും ഫെയിൽ ആയിട്ടുണ്ട്, 40 പേര് ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വേറെ ഒന്നുകൊണ്ടല്ല, ജയിച്ചവർ തന്നെ വളരെ ചെറിയ മാർക്കിനൊക്കെ ജയിച്ചേക്കുന്നു, വലിയ മാർക്കിലോട്ട് പോയിട്ടേ ഇല്ല. ഒരു ക്ലാസ്സിൽ ഇപ്പൊ 60 മാർക്കുള്ളതിൽ 45ഉം 50ഉം ഒക്കെയാ വലിയ മാർക്ക്, ഏറ്റവും ഹൈ. അങ്ങനെ ഹൈ മാർക്ക് 45ഉം 50ഉം ഒക്കെ വരുമ്പോൾ താഴോട്ടുള്ളവരുടെ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പൊ ഫെയിൽ ആവാനുള്ള കാരണങ്ങൾ പലതുണ്ടെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ 6 മാർക്ക് സെഷൻ തന്നെ നോക്കിയാൽ എത്ര ക്വസ്റ്റ്യൻസുകൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ സമയത്തിനുള്ളത്. കാരണം ഇവരിങ്ങനെയൊന്നും അല്ല പ്രാക്ടീസ് ചെയ്ത് വന്നേക്കുന്നത്. അവർ വന്നേക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസുകളൊക്കെ ചെയ്ത് അതുമൊക്കെ പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രീതി കൂടെ എത്തി. പക്ഷെ അവരെ ഒന്നും ആ രീതി കൂടെ ഒന്നും അല്ല ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ തന്നെ പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസുകൾ, കാരണം ഇതൊന്നും ഇവർക്ക് വരില്ല എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതിന്റെ കൂടുതലും. പിന്നെ ഇതൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു 70% ഉള്ള കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നല്ലപോലെ കഴിവുള്ളവർ മീൻസ് നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിക്കാൻ കഴിവുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാം, അല്ലാതെ ഒരു പണി നടക്കത്തില്ല. അത്രയ്ക്ക് രീതികളുള്ള ക്വസ്റ്റ്യനാണ്. ഇതിന്റെ പറഞ്ഞാൽ അവർക്ക് ഇനി പബ്ലിക് എക്സാമിനെ ഇപ്പൊ പേടിയാണ്. ഇനി ഇത് ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്കൊക്കെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പൊ ജസ്റ്റ് പാസും തോറ്റിട്ട് വരെയുണ്ട്. അങ്ങനെ ഒത്തിരി കുട്ടികളെ എനിക്കും അറിയാം. അപ്പോൾ ഇതിനൊരു മാറ്റം എങ്ങനെ വരുത്തും എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൃത്യമായിട്ട് കുട്ടികൾ എത്തിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ടഫാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്, ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്നുമേ അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അവരെ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ വരുന്നു, എക്സാമിനേഷൻ ഹോളിൽ ചെന്നിരുന്നു അവരാകെ പേടിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ മാറ്റേണ്ടത് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ പറഞ്ഞ എപ്പോഴും പറയാറുള്ള പോലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് എന്താണ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കുട്ടികൾക്ക് എത്തണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസി ആവും, ചില ക്വസ്റ്റ്യൻസുകൾ വളരെ ടഫ് ആവും. ഇങ്ങനെ ഒരു രീതിയിലും ബന്ധമില്ലാതെ അങ്ങനെ ഒരു ലെവൽ കീപ്പ് ചെയ്ത് ഒരുവിധ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ പോകുന്നതിൽ ആർക്കുമേ ഒരു കുഴപ്പമില്ല. കുട്ടികളെല്ലാം അത് അക്സെപ്റ്റ് ചെയ്തോളും. പേരൻസും ക്വസ്റ്റ്യൻസ് ടഫ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ലത് തന്നെയാണെന്ന് അറിയാം, പക്ഷെ അത് അവരെ കൂടെ അറിയിച്ചില്ലെങ്കിൽ പെട്ടുപോകും, എല്ലാവരും പെട്ടുപോകും. അതുകൊണ്ട് അതിനൊരു മാറ്റം വരണം. ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് കൂടി വന്ന 2 മാസത്തിനടുത്ത സമയമേ ഉള്ളൂ, 2 മാസം ഇല്ല.
അതിനോടകം ഈ ക്വസ്റ്റ്യൻ വന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവർ മാറി പഠിക്കാൻ ഇപ്പൊ എന്തായാലും സ്കൂളിൽ സമയമില്ല, പിള്ളേർക്ക് തന്നെ പഠിക്കാനുള്ള സമയമില്ല. ഇതിന് ഈ വർഷം കൂടെയൊക്കെ ഒരു നോർമൽ ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ ഇട്ടുകൊണ്ട് അടുത്ത വർഷം തൊട്ട് ഇതിലൂടെയൊക്കെ ടഫാവും എന്നുള്ള ഒരു ചെറിയൊരു അറിയിപ്പ് അവരെ ഒന്ന് അറിയിച്ചാൽ അവരതിനനുസരിച്ച് മാറ്റം വരും, അവരുടെ പഠിത്തത്തിൽ നല്ല ചേഞ്ച് ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെയൊക്കെയുള്ള രീതിയും ഇവിടെ മാറ്റിയില്ലെങ്കിൽ കുട്ടികളുടെ കോൺഫിഡൻസ് പോകുന്നതല്ലാതെ ഒരു പ്രയോജനം കുട്ടികൾക്ക് ഉണ്ടാവത്തില്ല എന്നുള്ളതും കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ മെന്റാലിറ്റിയെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് അത്രയൊക്കെ തോന്നിയുള്ളൂ. അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. ഇപ്പൊ പേപ്പേഴ്സ് എല്ലാവരുടെയും കുട്ടികളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ 6 മാർക്കിന്റെ തന്നെ ട്രിഗണോമെട്രി ക്വസ്റ്റൻസുകൾ എത്ര പേര് ചെയ്തു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ അതൊന്നും പലരും ചെയ്ത് കാണത്തില്ലാത്ത ക്വസ്റ്റൻസുകളാണ്. ഒരെണ്ണം പിന്നെ ടെക്സ്റ്റ് ബുക്കിലേ ഇല്ല. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെയും നമുക്ക് കുറച്ച് 2 പാർട്ടൊക്കെയും 3 പാർട്ടൊക്കെ കുറച്ചൊക്കെ ചെയ്തതാണ്. 19ാമത്തെ ക്വസ്റ്റ്യനും 20ാമത്തെ ക്വസ്റ്റ്യനും തൊട്ടിട്ട് പോലില്ല. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ പല സ്കൂളുകളിലും പഠിപ്പിച്ച് തീർത്തിട്ടില്ല എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുത്ത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആ രക്ഷപ്പെടിയിലല്ല. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എല്ലാവരും പ്രതീക്ഷ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ വന്നത് 4 മാർക്സ് ക്വസ്റ്റൻ ആണ്. ഇതിന്റെയൊക്കെ ക്വസ്റ്റൻസുകളൊക്കെ നമ്മൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യാൻ, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ക്ലാസ്സുകൾ തന്ന് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫുൾ മാർക്ക് എത്തിക്കേണ്ട രീതിക്കുള്ള ക്ലാസ്സുകളായിരിക്കും. ഈ പുതിയ ക്വസ്റ്റൻസുകളെല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പല ക്വസ്റ്റൻസുകളും ഒറ്റയ്ക്ക് ഇരുന്ന് ആ ക്വസ്റ്റ്യൻ നോക്കി എക്സാമിനേഷൻ ഹാളിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കുക ഒരു സാധാരണപ്പെട്ടവനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ സ്റ്റുഡന്റിന് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരും അങ്ങനെയല്ലല്ലോ. ഒരു ക്ലാസ്സിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം 10 താഴെ ആയിരിക്കും. 60 പേരുണ്ടെങ്കിൽ ഒരു 4-5 പേരൊക്കെ അങ്ങനെയുള്ളവരുണ്ടാവും. അവർ മാത്രം പഠിച്ചാൽ പോരായല്ലോ, പരീക്ഷ എഴുതിയാൽ പോരായല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരുവരും പഠിച്ച് രീതിയിൽ കൂടെ പോകാനുള്ള ഒരു നോർമൽ വേയിലുള്ള ക്വസ്റ്റൻസുകൾ വന്നെങ്കിൽ എല്ലാവർക്കും എഴുതാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റൻ വളരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പബ്ലിക് എക്സാം ഒക്കെ വളരെ ഈസി ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ക്വസ്റ്റൻ വന്നിട്ട് ഇനി അങ്ങനെ ഈസി ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് എന്തോന്ന് അറിയത്തില്ലല്ലോ. ഈസി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഈസി ആയിട്ട് പഠിച്ചാൽ മതിയോ? ടഫ് ആവുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡിവേഷൻ തന്നെങ്കിൽ മാത്രമേ കുട്ടികൾക്കൊരു വഴി കിട്ടത്തുള്ളൂ. അവർക്ക് പഠിക്കേണ്ട രീതിയെക്കുറിച്ച് അവർക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരെപ്പോഴും കുട്ടികൾക്ക് എന്തായാലും മടി എന്തായാലും ഉണ്ട്. അപ്പോൾ ആ മടിയെ മാറ്റി വെക്കണമെങ്കിൽ അവർക്കൂടെ തോന്നണം അതിനനുസരിച്ച് എക്സാമിനേഷന് വരുന്നു എന്നുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സിന് അറിയത്തില്ല എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അവർ ഒരുവിധമൊക്കെ പഠിപ്പിച്ചു വിടും എന്നുള്ളത് അതിൽ കവിഞ്ഞ പുതിയ ക്വസ്റ്റൻസുകൾ എത്രയെണ്ണം പഠിപ്പിക്കാൻ പറ്റും. എത്രയോ പുതിയ ക്വസ്റ്റൻസുകളുണ്ട്. പേരൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ടീച്ചറിനും ഒത്തിരി ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നെങ്കിൽ ഈ പറഞ്ഞൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും മാക്സിമം എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. ഒരു നല്ലൊരു മാറ്റം വന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പബ്ലിക് എക്സാം എഴുതാൻ ഉള്ള രീതിയിൽ കൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.